ഏത്തപ്പഴവും സേമിയയും കൊണ്ട് നമുക്കിന്നൊരു കിടിലൻ പലഹാരം തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി 150 ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത്. സേമിയ ഇതേ രീതിയിൽ രണ്ടായിട്ടൊന്ന് ഒടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗ കത്തിച്ചൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം നല്ലതായിട്ട് തിളച്ചു. ഇതിലോട്ട് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു അരിപ്പയിലോട്ട് മാറ്റാം. സേമിയ ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് മാറ്റി ഇതിലെ വെള്ളമെല്ലാം നല്ലതായിട്ടൊന്ന് ഊർന്നു പോകണം. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് അവലിട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. വെളുത്തതോ ചുമന്നതോ ഏത് അവൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇതൊരു മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ 1 മിനിറ്റ് നേരം നമ്മൾ അവൽ വറുത്തെടുത്തു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി തണുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വീണ്ടും നമ്മൾ പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. 1 മിനിറ്റ് നേരം നമ്മൾ തേങ്ങ വറുത്തെടുത്തു. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന ഒരു വലിയ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിട്ട് കൊടുത്ത് 2 മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് അരിച്ചെടുത്തതാണിത്. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കണം. കൂടാതെ ഇതിലോട്ട് 5 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. സേമിയ ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു കേക്കിൻ്റെ ട്രേയിലോട്ട് കുറച്ച് നെയ്യൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കിസ്മിസ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയയുടെ മിക്സ് ഉണ്ടല്ലോ അത് നല്ലതായിട്ടൊന്ന് നിരത്തി കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തു. ഇതിലോട്ടൊരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് സേമിയ നിറച്ച ട്രേ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഒരു 6 മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡുണ്ട് ഒരു കത്തി വെച്ച് ഇളക്കിയതിന് ശേഷം ഒരു പ്ലേറ്റ് കമിഴ്ത്തി ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് ഇളകി വരും. ഇതാ നോക്കിക്കേ, നമ്മുടെ സേമിയ ഏത്തപ്പഴം പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.